Dopo che tavai mosum khod daisa modno lolek मदनो से दिलवों नीरीत फिरीत युंचो इश्का मदनो से दिलवों नीरीत फिरीत Tan saf man
ഇന്നലെ നമ്മൾ AKM HSS കോട്ടൂരിൻ്റെ പ്രകടനം കണ്ടു. നമ്മൾ ഇവരുടെ റൂമിലെ പ്രാക്ടീസ് കണ്ട സമയത്ത് തന്നെ എന്തായാലും ഇവർ അടിച്ചു പൊളിക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ നിന്ന് നിങ്ങൾ കളി കാണുമ്പോൾ നമുക്കിങ്ങനെ എഴുന്നേറ്റ് കൈയടിക്കാൻ തോന്നിപ്പോവാം. ആ എനർജിയിലായിരുന്നു കളിച്ചത്. ആ ഫീൽഡിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മാസത്തെ നിങ്ങളുടെ പ്രയത്നമാണ്. ഒരുപാട് തയ്യാറെടുപ്പ് ഉണ്ടാവും അല്ലേ? എന്തൊക്കെയായിരുന്നു? നമുക്ക് ക്ലാസ്സുകൾ കുറേ മിസ്സാകലുണ്ട്. ഈ ജില്ലക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ക്ലാസ് മിസ്സാക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് തന്നെ അതിനുള്ളത് പഠിച്ച് തയ്യാറാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ പ്രാക്ടീസ്, അതാണ് മെയിൻ. ഒരു 10 മിനിറ്റാണ് ഒരു കളി പറഞ്ഞാൽ 10 മിനിറ്റാണ്. ആ ഒരു 10 മിനിറ്റ് എങ്ങനെ പോലെ നമ്മളൊരു സമയം കണ്ടെത്തുന്നുണ്ട്. ഇതിൽ മെയ് വഴക്കം ഭയങ്കരമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഭക്ഷണമൊക്കെ ക്രമീകരിക്കുക, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വല്ലാതൊന്നുമില്ല. നമ്മൾ ഓവർ അങ്ങോട്ട് ഫിറ്റായി കണ്ട് ഇതാവരുത്, ഓവർ തടിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ കരുത്തിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ പാലും മുട്ടയൊക്കെ കഴിക്കും? പാല് അല്ലാതില്ല. എന്തായിരുന്നു നിങ്ങളുടെ മെനു? എന്തായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെനു? എന്തായിരുന്നു? അങ്ങനൊന്നുമില്ല, മെനു ആയിട്ടൊന്നുമില്ല. പാലും പിന്നെ അതുപോലെ തണുത്തതും ഒഴിവാക്കുക. സൗണ്ടിന് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുക തന്നെ ഉള്ളൂ. കാര്യമായിട്ട് അതന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ 6 മാസത്തെ ഒരു സമാപനമാണ്, ഒരു കൊട്ടിക്കലാശാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്താ തോന്നുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചത് കഴിഞ്ഞല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫുള്ള് അധികം എന്തെങ്കിലും പുതിയ കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ചെയ്യുന്നത് ഫസ്റ്റ് അടിക്കുമോ എന്താ ഞങ്ങൾ സംശയമായിരുന്നു. പക്ഷേ ഞങ്ങളെ മഹറൂഫ് കോട്ടക്കലും ഷംസുൽ അഡ്രിക്കോട് സാറൊക്കെ നന്നായിട്ട് പാട്ടും പുതിയ പുതിയ സ്റ്റെപ്പുകളും നല്ല രീതിക്കുള്ള മെയ്വായൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് 2 വർഷം ഫസ്റ്റ് അടിക്കാൻ, സബ് ജില്ലയിലും ഫസ്റ്റ്, ജില്ലയിലും ഫസ്റ്റ്, ഇപ്പോൾ സ്റ്റേറ്റിലെ റിസൾട്ട് വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഷംസാദ് നമ്മുടെ കൂടെയുണ്ട്. അടിപൊളി കളി. ഈ പാട്ട് ഏതാണ് ശരിക്കും? ഇതിൽ പല പാട്ടുകളും നമ്മൾ പുതുതായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. പുതുതായിട്ട് ഈണങ്ങളും വരികളും പുതുതായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിലിപ്പം പൂങ്കമർ എന്നുള്ള പുതിയ കല, അത് മഹറൂഫ് കോട്ടക്കലാണ് ഇതിൻ്റെ പ്രധാന മുഖ്യ പരിശീലകൻ. അദ്ദേഹമാണ് ഈ കല, കാരണം നിരന്തരം ഒരേ എന്താ പറയുക, കോൽക്കളിയിൽ നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള കുറേ കളികളാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തനത് ആ തനിമ ഒരിക്കലും ചോരാത്ത രീതിയിൽ അതിൻ്റെ അടവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ പുതിയ കളികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനെന്തായാലും മറ്റു മത്സരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും നമ്മുടെ കളി. അപ്പോൾ അത് തന്നെ ആയതുകൊണ്ടാണ് തന്നെ നമ്മൾ ഇവരുടെ ഏറ്റവും കരുത്താർത്ഥത്തിലുള്ള എന്താ പറയുക, നിരന്തരം പ്രാക്ടീസ് കൊണ്ടും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇതിനേക്കാൾ കൂടുതൽ മത്സരം മലപ്പുറം ജില്ലയിലാണ് ഉണ്ടാവുന്നത്. ആ മത്സരത്തിൽ നിന്ന് ഏറ്റവും നല്ല നിലവാരത്തോട് കൂടിയിട്ട്, ഏറ്റവും നല്ല മാർക്കോട് കൂടിയിട്ട് കളിച്ച് ഫസ്റ്റ് അടിച്ചിട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പാട്ടുകൾ പൂങ്കമറിൻ പാലോളിയിൽ നിന്നുള്ള പാട്ടാണ് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ദുനിയാവ് കനിന്തകോനെ എന്നുള്ള വട്ടക്കോലിലാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാം നമ്മൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ള പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഗുരുവായിട്ടുള്ള TP ആലിക്കുട്ടി ഗുരുക്കൾ, അദ്ദേഹം നല്ലൊരു രചയിതാവായിരുന്നു, നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. അതിൽ പുറമെ ഏറ്റവും നല്ല ഇന്ന് നമ്മളെല്ലാം കാണുന്ന കോൽക്കളിയുടെ നല്ല മനോഹരമായ ചുവടുകളൊക്കെ, അതായത് ധാഗനത്തിൻ അഗദിന്ന എന്ന കെഹർവ, ഹിന്ദുസ്ഥാനി കെഹർവ താളത്തിലുള്ള രൂപത്തിലേക്ക്, ആസ്വാദികരമായ രൂപത്തിലേക്ക് കൊണ്ടുവന്നുള്ളത് ആലിക്കുട്ടി ഗുരുക്കളാണ്. പൂർവികരായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരാണ് നമുക്കിതെല്ലാം പകർന്നു തന്നിട്ടുള്ളതെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പരാമർശിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കലകളെല്ലാം ഇത് സമന്വയിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു. ഇതിൽ തന്നെ പ്രത്യേകം പറയാനുള്ളത് വേറൊന്ന്, പൂങ്കമ്മർ എന്ന പുതിയ കളിയോടൊപ്പം കത്തിരിപ്പൂട്ട് എന്നൊരു പുതിയൊരു കളിയും കൂടെ മഹറൂഫ് കോട്ടക്കൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം അതും കാണികളിൽ നിന്ന് നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. ദിനം നിന്റെ കനിയാറ്റലി റസൂലിൻ തിരുപാദയേറുക. 6 മാസം നീണ്ടു നിന്ന ഇവരുടെ ഒരു അധ്വാനത്തിൻ്റെ അവസാനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും.